ജോപ്പനോട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ രാമക്കൽമട്ട്, ഇടുക്കി ഡിസ്ട്രിക്ട് രാമക്കൽമട്ട് തോളപ്പടി ആണ് ഞങ്ങൾ. തമിഴ്നാട് ബോർഡറാണ്. ജോപ്പനെ കണ്ട അപ്പോൾ ഇത് തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ജോപ്പൻ നമ്മുടെ ഒരു ഫ്രണ്ടായി, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പുമായി. കൂട്ടിക്കൂടെ വന്നതാണ് കേട്ടോ. സന്തോഷപൂർവ്വം അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യും. സന്തോഷമല്ലോ പ്രത്യേകിച്ച് കാരണം ചീപ്പെടുത്ത മുടി ഇതിനടിക്കാതെ കോവിഡ് സമയത്ത് കേട്ടി ബസ്സുണ്ടായിരുന്നു. ഇവരുടെ സീറ്റ് വന്ന അവന്റെ അകത്ത് ചോദിച്ചത് ചെന്നൈയിൽ കയറി വരാൻ പറ്റാതെ പെട്ടുപോയി. അപ്പൊ ഇങ്ങനെ കേട്ടിക്കും അവനെ വിളിച്ചായിരുന്നെന്നാ. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാതിരിക്കും. ഇങ്ങനെ പോകാൻ നോക്കണം. 47 ദിവസമായി, 46 ദിവസമായല്ലോ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തോവാളപ്പടിയിലാണ്. അശോകൻ ചേട്ടായിമാരെല്ലാം ഇവിടെ ഉണ്ട്. രാവിലെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നതാണ്. അപ്പോഴത്തെ ഈ നിൽക്കുന്ന ആളുകൾ മുഴുവനൂടെ നമ്മളെ ഒന്നടങ്കം സ്വീകരിച്ച് ഇവിടെയാണ് ഇന്നലെ ഞാൻ കിടന്നത്. അപ്പോൾ കുഞ്ഞി ഇവിടെയുണ്ട്. കുഞ്ഞിയൊക്കെ കൂടെ കുഞ്ഞിതേ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉറക്കത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ദേ ചേട്ടായിമാരെല്ലാം ഇവിടെ ഉണ്ട്. പോവണോ ഇട്ടേക്കുക. അതാ ചേട്ടേ, അപ്പോഴേ ഞാൻ മാറുക കേട്ടോ. കണ്ടത് സന്തോഷം. നീ എന്നേലും വരാം കേട്ടോ. അപ്പോൾ ശരി. അപ്പത്തെ ഇതാണ് തോവാളപ്പടി, ഇവിടുത്തെ മസ്ജിദാണ്. അപ്പത്തെ സെൻറ്റ് ആൻ്റണീസ് വരുന്നതിന് മുമ്പ് ചാടിയേക്കാം. അപ്പോൾ ശരി ചേട്ടേ, നമുക്ക് കാണാം കേട്ടോ. എന്തുവാ പോകണ്ടേ പോവാം. എന്നാ പോറായി. ശരി, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ഓക്കെ, വീണ്ടും സന്ധിക്ക് വരെ വണക്കം. പോയിട്ട് വരാം. ഓ ശരി. മാമ്പഴം തിന്നേട്ടാ. ഇന്നലെ
അവിടുന്ന് പിള്ളേർ തന്ന മാമ്പഴ. ഇന്നലെ വൈകിട്ട് നമ്മുടെ തോവാളപ്പടിയിലുള്ള പിള്ളേർ കൊണ്ടുവന്ന് തന്ന മാമ്പഴമാണ്. വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന മാമ്പഴ, അടിപൊളി മാമ്പഴ. അപ്പോൾ അത് ഇന്ന് നോക്കുകയാണ്, അടിപൊളി സൂപ്പർ മാമ്പഴ. അപ്പോൾ കൊണ്ടുവന്ന് തന്ന കുഞ്ഞിന് ഒരുപാട് നന്ദി. ഇന്നത്തെ കഥയെന്ന് പറഞ്ഞാൽ 3 ബ്ലോഗർമാരെ കണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കഥ. ആദ്യത്തെ വ്ളോഗർ കരോക്കെ ഗാനങ്ങളിലൂടെ ഫേമസ് ആയ വ്യക്തിയാണ്. അത് ഒരു നഴ്സറി നടത്തുന്ന പിക്കാടി അടുത്തുനിന്നാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അടുത്ത വ്ളോഗർ അരിക്കൊമ്പൻ്റെ ഫോട്ടോ എടുത്ത് വൈറലായ വ്യക്തിയാണ്. അദ്ദേഹത്തെയും കാണാൻ പറ്റി. അപ്പോൾ ഈ അവസരത്തിൽ ഈ മാങ്ങാണ്ടി ഞാൻ ഇവിടെ ഇടുകയാണ്. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു തണലായിട്ട് ഈ മാവ് ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം. പറ്റിയ സ്ഥലത്താണ് വീണം. ഇതാറില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴോട്ട് പോകും അല്ലേ. പറ്റിയ സ്ഥലത്താണ് മാങ്ങാണ്ടി വീണം. ഭയങ്കര വിറ്റായിപ്പോയി. അടുത്ത വ്ളോഗറുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അടുത്ത വ്ളോഗർ നെടുങ്കണ്ടത്ത് വെച്ച് എന്നെ ബ്ലോക്ക് ചെയ്തൊരു വ്ളോഗറാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി അദ്ദേഹം നമ്മളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഫീച്ചർ റെഡിയാക്കിയിട്ടാണ് പോയത്. കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് മൊത്തം. അപ്പം ഞാനും ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. പക്ഷേ എൻ്റെ കണ്ടൻറ്റുകൾ യാത്രയെ അനുബന്ധിച്ചുള്ള കണ്ടൻറ്റുകളാണ്. അത് നമ്മൾ പോകുന്ന സ്ഥലം കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ യാത്രയിലാണ്. ഇന്ന സ്ഥലം കാണണം എന്നുള്ള ചിന്തയിലല്ല പോകുന്നത്. പിന്നെ കുഞ്ഞിനെ നോക്കണം, പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ യാത്ര സുഗമമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പോകണമല്ലോ. എഴുതണ്ടോ പിടികിരി കടല എല്ലാം ഇരിപ്പുണ്ട്. എന്നാലും ബിസ്ക്കറ്റ് തിന്നോ നോക്കാം. അതിന് നോക്കി ഞാൻ തിന്നു. അതൊന്നും വേണം തിന്നു. ചേണ്ട് ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ വെക്കും. അതിന്നില്ല അവിടെ ചുമ്മാ ഇരിക്കും. ഇതാ ഞാൻ വഴക്കുണ്ടാക്കുന്നത് കുഞ്ഞോട് വഴക്കുണ്ടാക്കുന്ന ഇതാണ്. വേണ്ട ആശാത്തി കുമ്മിക്കാണിക്കുക. എന്ത് വെള്ളം വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇനി ഏത് കൂടിൻ്റെ അകത്ത് കയറ്റും? കൂടെല്ലാം ഇങ്ങനെയുള്ള സാധനം മുഴുവൻ വെയിറ്റാക്കി ഞാൻ കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഇതൊരു പത്തപ്പ് ഇതെടുത്ത് ഇപ്പുറത്തിടുക. കൂട് വേണമല്ലോ. കൂടില്ലാതെ കാര്യം നടത്തിയല്ലോ. അതെല്ലാം കൂടി പറക്കിയിടണം. അത് തന്നെ വീട്. കാര്യം ചെയ്യേണ്ട തൊട്ടെല്ലാം കൂടി വാരിപ്പറക്കാം. എന്നിട്ട് നിനക്ക് വെള്ളം തരാം. വെള്ളമാണോ വേണ്ട? നിനക്ക് എന്നാ വേണ്ട? നിനക്ക് എന്നാടി വേണ്ട? നിനക്ക് എന്നാ വേണ്ടെന്ന് പറ. എല്ലാം കൂടി പറത്തി വെക്കാൻ പോവാ. ഇത് വൈകുന്നേരം തിന്നാൻ വൈകുന്നേരം തിരിക്കുന്നത്. ഒന്നും കഴിക്കുകയില്ല. ഉള്ള വെള്ളം മുഴുവൻ കുടിച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം മൂത്രം ഒഴിച്ച് വെക്കുക. അത് തന്നെയാണ് ഇവിടെ പരിപാടി. ഇത് വേറെ സാധനം എന്താ ഇപ്പം കണ്ടോ ഒരു സാധനം തിന്നുന്നത്? ഇതാണ് ആ സാധനം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അവൾ തിന്നുന്നുണ്ടോ? വേണം
ആണോ? കണ്ടല്ലോ തിന്നോ. അച്ചപ്പം തിന്നാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട്. അച്ചപ്പം തിന്നാൻ വേണ്ടിയാണ് അവിടെ ഓരോ പരിപാടികൾ. കണ്ടോ തിന്നുന്നു? അച്ചപ്പം തിന്നുന്ന പെണ്ണിനെ കണ്ടോ? ഇത് നമുക്ക് ബാലംപിള്ള സിറ്റിയിൽ നിന്ന് ബിനുചേട്ടൻ വാങ്ങിച്ചു തന്ന സാധനമാണ് ഈ അച്ചപ്പം. അപ്പോൾ അത് ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ്. ഈ വളവൊക്കെ കയറിയാണ് നമ്മളിങ്ങ് വന്നത്. താഴെ നെടുങ്കണ്ടം ടൗണാണ്. നെടുങ്കണ്ടം ടൗണിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഒരുത്തി ഇതുവരെ തിന്നു തീർന്നിട്ടില്ല കേട്ടോ. അതെ ഇതുണ്ടോ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കൊടുത്തേക്കാം, വേണ്ട, അവരുടെ പാത്രം നിറച്ചിരിക്കുക. നെടുങ്കണ്ടത്തു നിന്ന് കയറി വരുന്ന വളവിൽ നമ്മൾ ആദ്യം കണ്ട ഒരു വിഷനാണിത്. ഇത് അവിടെയൊക്കെ വലിയ മലനിരകളൊക്കെ കാണാം. ഇനി ഈ വഴി കയറി ഇങ്ങനെ പോകണം. ഇനി ഒരു 22 കിലോമീറ്ററോടെ നമുക്ക് പോകാനുണ്ട്. ഉച്ച കഴിഞ്ഞു, 2:30 എപ്പോൾ എത്താമെന്നൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും താഴെയൊക്കെ കൃഷിഭൂമിയൊക്കെ നല്ല മനോഹരമായിട്ട് കാണുന്നുണ്ട്. ഇടയിലൊക്കെ ഓരോ ചെറിയ പള്ളികളും അമ്പലങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിന് പോകുന്ന വഴിയിലാണ്. അങ്ങനെ മയിലാടുംപാറ പള്ളിയിലെത്തിയപ്പോൾ ഞാനിവിടെ അച്ഛനോട് കയറി ചോദിച്ചു, അച്ഛാ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടുക്കി രൂപതയിൽപ്പെട്ട പള്ളിയാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ 2ാമത്തെ പള്ളിയിലാണ് നമ്മളിപ്പോൾ തങ്ങുന്നത്. നമ്മൾ ഇതിനു മുൻപ് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പള്ളിയിൽ തങ്ങിയിരുന്നു. അത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ പെരുമഴയത്ത് അവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് കിടന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇടുക്കി രൂപതയിൽപ്പെട്ട, അത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട പള്ളിയാണ്. ഇപ്പോൾ ഇടുക്കി രൂപതയിൽപ്പെട്ട ഒരു പള്ളിയിൽ നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് പോയി ചോദിച്ച് അനുവാദം വാങ്ങി. അപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ, അതേ വലിയ സ്റ്റാറൊക്കെ പള്ളിയുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പള്ളിയിൽ തങ്ങുകയാണ്. ഇവിടുത്തെ പള്ളിയുടെ ഒരു മനോഹാരിത നിങ്ങൾക്ക് കാണാം. ഞാൻ എഴുന്നേക്കാൻ താമസിച്ചതുകൊണ്ട് ഇന്ന് പോക്കും പതിയേ ഉള്ളൂ. വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിലുള്ള നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഞാനിവിടെ എത്തിയത്.
ഇവിടെ ഒരു കൽവിളക്ക് കാണാം. അതുപോലെ തന്നെ ഒരു കൽക്കുരിശ്, അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു മനോഹരമായ ഗ്രോട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന വഴിയിലാണ് ഈ മനോഹരമായ ദേവാലയം. വേളാങ്കണ്ണി മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. നമുക്ക് കാണാം. ഇതാണ് ഹൈവേ, കുമളി മൂന്നാർ ഹൈവേ ആണ് ഈ കടന്നു പോകുന്നത്. മയിലാടുംപാറ എന്ന സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഓഡിറ്റോറിയത്തിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സ്റ്റാറൊക്കെ കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. അച്ഛാ ഞാൻ ഇറങ്ങുകയാണ്. ഓക്കെ, ഇല്ലില്ല തണുപ്പൊന്നും ഇല്ലായിരുന്നു. ശരി അച്ഛാ, എന്നാൽ ആ ശരി. വേണ്ട പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അല്ല കുഴപ്പമില്ല പോണ വഴിക്ക് കഴിച്ചോളാം. അതറിയാം, കുഴപ്പമില്ല, ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം. ആ ഓക്കെ, താങ്ക് യു ഫാദർ. ഓ അവളൊരു കുഴപ്പമില്ല. ആ ഇറങ്ങാണേ. ഓക്കെ, താങ്ക് യു. അത് അറിയില്ല. ആ ഈ റൂട്ട് തന്നെ. ആ ആ ആ പൂപ്പാറ വഴി. ആ ആ വഴി. ആ എന്നാ ശരി അച്ഛാ. ഓക്കെ. അപ്പോൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ നമ്പർ കൂടി ഒന്ന് സേവ് ചെയ്യണം.